മേപ്പാടി നിങ്ങൾക്കറിയാം. അവിടെയും ദുരന്തങ്ങൾ പെയ്തിറങ്ങിയ മണ്ണ് തന്നെയാണ്. മേപ്പാടിയിൽ നിന്ന് മനീഷ് മൂർത്തി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മനീഷ് മൂർത്തി, അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? സംക്ഷിപ്തമായി പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കേണ്ടത്? എസ്കെൻ ഹാഷ്മി, ഇവിടെ ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ തയ്യാറായി കഴിഞ്ഞു. നമുക്കറിയാം, മുണ്ടക്കൈ പ്രദേശത്ത് ഇന്നിപ്പോൾ കൂടുതൽ വേഗത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുക. പാലം നിർമ്മാണം കഴിഞ്ഞു, കൂടുതൽ ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ സജ്ജമാണ്. രാവിലെ 7 മണിയോട് കൂടി തന്നെ കൃത്യമായ അർത്ഥത്തിൽ ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ശരി, അതുപോലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണെങ്കിലും ശരി, എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞു. ഏത് രീതിയിലുള്ള ആളുകൾ എത്തിയാലും അവർക്ക് വേണ്ട അസിസ്റ്റൻസ് നൽകുക, അല്ലെങ്കിൽ മൃതദേഹങ്ങളാണെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ മറ്റ് നടപടികളിലേക്ക്, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കുക, ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം. വളരെ വേഗത്തിൽ ആളുകൾക്ക് അവരുടെ ദിവസങ്ങൾ നീണ്ട ഒരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ഇന്നത്തെ ഒരു കണക്കുകൾ, ഇന്നലെ വൈകുന്നേരം വരെ വന്ന ഒരു കണക്കുകൾ പ്രകാരമാണെങ്കിൽ 297 മരണസംഖ്യ, ഇതുവരെയുള്ള മരണസംഖ്യ എന്ന് പറയുന്നത്. അത് മേപ്പാടി CHCയിൽ അത് 138. നിലമ്പൂരിലാണെങ്കിൽ, നിലമ്പൂരിൽ നിന്നും വന്നത് 147. അത് മൃതദേഹത്തിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കുകളാണ് എന്തായാലും പറയുന്നത്. ഇപ്പോൾ ഇന്നലെ മാത്രം ഇവിടേക്ക് എത്തിച്ചേർന്നത്, അതായത് CHCയിലേക്ക് നിലമ്പൂരിൽ നിന്നും വന്നിട്ടുള്ളത് 20 ശരീരാവശിഷ്ടങ്ങളാണ്. 20 മൃതദേഹങ്ങളാണ്. 51 ശരീരാവശിഷ്ടങ്ങളും 2 ദിവസം കൊണ്ട്, അതായത് നിലമ്പൂരിൽ നിന്നും ഇവിടേക്ക് 2 ദിവസം കൊണ്ട് എത്തിച്ച മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് 56. 87 ശരീര അവശിഷ്ടങ്ങളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. മേപ്പാടിയിൽ നിന്നാണെങ്കിൽ, മുണ്ടക്കയിൽ നിന്നാണെങ്കിൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഇന്നലെ മാത്രം എത്തിയത് 14 മൃതദേഹങ്ങളും 10 ശരീര അവശിഷ്ടങ്ങളുമാണ്. പുതിയ കണക്കുകൾ എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ. വളരെ വേഗത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. 105 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ആ മൃതദേഹങ്ങളെല്ലാം തന്നെ അവിടേക്ക് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് രാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ ഈ പറഞ്ഞ രീതിയിൽ ആളുകൾ, ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണെങ്കിലും ഒക്കെ ഈ ആശുപത്രിയിൽ സജീവമായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വേഗത്തിൽ, അതായത് രക്ഷാപ്രവർത്തനം ഇന്ന് ഊർജിതമായി തന്നെ നടക്കും, പ്രത്യേകിച്ചും യന്ത്രസാമഗ്രികളുടെ ഒരു സഹായത്തോടു കൂടി. അങ്ങനെയാണ് കാര്യങ്ങൾ. മാത്രമല്ല, ഇന്നലെ വന്ന 2 പരാതികൾ ഉണ്ടായിരുന്നു. DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പരാതി. അത് DNA ടെസ്റ്റ് വളരെ വേഗത്തിൽ നടത്തണമെന്നുള്ളൊരു ആവശ്യം ഈ ബന്ധുക്കൾ, അതായത് മരിച്ചവരോ അല്ലെങ്കിൽ കാണാതായവരുടെ ബന്ധുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ഞങ്ങൾക്ക് ഉറ്റവരെ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു കാര്യം തന്നെയാണ് അത്. നമുക്ക് കഴിഞ്ഞ 3 ദിവസങ്ങളായി നമ്മളത് കണ്ടതുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രദേശവാസികളെ കൂടി ഈ കോമ്പിങ്ങിൻ്റെ ഭാഗമാക്കണം എന്നുള്ളൊരു കാര്യം. കാരണം എവിടെയാണ് വീടുണ്ടായിരുന്നത്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ പ്രദേശവാസികൾക്ക് മാത്രമാണ് അറിയുക. അപ്പോൾ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട ചെറിയ റെസ്ട്രിക്ഷൻ അവിടെ ഏർപ്പെടുത്തിയിരുന്നു. പാലം നിർമ്മാണവുമൊക്കെ ബന്ധപ്പെട്ടുള്ള മനീഷ് മൂർത്തിയാണ് നമുക്കൊപ്പം ചേർന്നത്. വിശദാംശങ്ങൾ പ്രേക്ഷകർ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.